ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്ന സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. 1 ലിറ്റർ പാല്, സേമിയ, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക പൊടിച്ചത്, പ്ലസ് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആകുമ്പോൾ നമ്മൾ മുന്തിരി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ സേമിയ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ സേമിയ ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആപ്പിൾ, 2 ആപ്പിളാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് നമുക്കൊന്ന് ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മളെ ആപ്പിൾ നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ ചൂടാക്കി പാല് തിളപ്പിക്കാൻ വെക്കാം. പാല് ഏകദേശം ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാര. മിൽക്ക് മെയ്ഡിൻ്റെയും പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പാലിപ്പോൾ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് കുക്കായി വരണം. ഇനി അതിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആപ്പിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് കുക്കായാൽ മതിയാവും.
അപ്പോൾ അതാ ഏകദേശം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലി നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ അത് നമ്മുടെ ആപ്പിൾ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും സേമിയ പായസം വീട്ടിലുണ്ടാക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഒന്ന് ആപ്പിൾ ചേർത്ത് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. And thanks for watching my video. Please like, comment and subscribe my channel.